ഹരി ഓം നമസ്തേ. ഹൈന്ദവ സാക്ഷ്യമെന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൈന്ദവ പുരാണങ്ങളനുസരിച്ച് ചില ചെടികൾക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രധാനപ്പെട്ട ചെടികളുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ഒരു വിശദമായ യാത്രയിലേക്ക് ഇന്ന് നമ്മൾക്ക് പോകാം. വീട്ടിൽ ചെടികൾ വളർത്തുന്നത് ജീവിതത്തിന് സൗന്ദര്യവും സമൃദ്ധിയും നൽകുന്നു. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് ചില ചെടികൾക്ക് ആത്മീയമായും ശാസ്ത്രീയമായും വലിയ പ്രാധാന്യമുണ്ട്. ഇവയെക്കുറിച്ച് ഇന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. 1. തുളസി. തുളസിയെ ദേവീഭൂതേ എന്ന് വിളിക്കുന്നു. ഇത് വിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ട ചെടിയാണ്. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് തുളസി ദേവീവൃന്ദ എന്ന ഒരു ഭക്തയുടെ അവതാരമാണ്. അവൾ വിഷ്ണു ഭഗവാനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ ഭക്തി മാത്രമേ അവൾക്ക് ലഭിച്ചുള്ളൂ. തുളസി വീട്ടിൽ വളർത്തുന്നത് സുഖസമാധാനവും പോസിറ്റീവ് ഊർജവും നൽകുന്നു. ശാസ്ത്രീയമായി തുളസി വായുവിനെ ശുദ്ധീകരിക്കുകയും രോഗങ്ങളെ തടയുകയും ചെയ്യുന്നു. രാവിലെ തുളസിയെ ജലം കൊടുത്ത് പൂജിക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജം അകറ്റുന്നു. നാരകം. നാരകത്തെ ത്രിമൂർത്തി ചെടി എന്ന് വിളിക്കുന്നു. ഇത് ബ്രഹ്മ, വിഷ്ണു, ശിവൻ എന്നീ 3 ദേവതകളുടെ പ്രതീകമാണ്. നാരകം വീട്ടിൽ വളർത്തുന്നത് നെഗറ്റീവ് ഊർജം അകറ്റി സമൃദ്ധി കൊണ്ടുവരുന്നു. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് നാരകത്തിൻ്റെ ഇലകൾ ശിവപൂജയിൽ ഉപയോഗിക്കുന്നു. ഇത് ശുദ്ധിയുടെയും പവിത്രതയുടെയും പ്രതീകമാണ്. നാരകത്തിൻ്റെ ഫലങ്ങൾ ആരോഗ്യത്തിന് നല്ലതാണ്. കൂടാതെ ഇതിൻ്റെ ഇലകൾ ഔഷധഗുണങ്ങളാൽ സമ്പന്നമാണ്. കമലം. കമലം ലക്ഷ്മീദേവിയുടെ പ്രതീകമാണ്. ഇത് സമ്പത്ത്, ഐശ്വര്യം എന്നിവയുടെ പ്രതീകമാണ്. കമലം വീട്ടിൽ വളർത്തുന്നത് സമാധാനവും സന്തോഷവും നൽകുന്നു. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് കമലം ബ്രഹ്മാവിൻ്റെ ഉത്ഭവസ്ഥാനമാണ്. ഇത് ജ്ഞാനത്തിൻ്റെയും ശുദ്ധിയുടെയും പ്രതീകമാണ്. കമലത്തിൻ്റെ പൂക്കൾ പൂജകളിൽ ഉപയോഗിക്കുന്നു. കൂടാതെ ഇത് വീട്ടിലെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. അശോകം. അശോകം ദുഃഖത്തെ നശിപ്പിക്കുന്നവൻ എന്നർത്ഥം. ഇത് വീട്ടിൽ വളർത്തുന്നത് സമാധാനവും സന്തോഷവും നൽകുന്നു. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് അശോകം രാമായണത്തിൽ സീതാദേവിയെ സംരക്ഷിച്ചതായി കരുതപ്പെടുന്നു. ലങ്കയിൽ സീതാദേവി അശോകവനത്തിൽ താമസിച്ചിരുന്നു. അശോകത്തിൻ്റെ ഇലകൾ ആരോഗ്യത്തിന് നല്ലതാണ്. കൂടാതെ ഇത് വീട്ടിലെ വാതാവരണത്തെ ശുദ്ധീകരിക്കുന്നു. കറുവാത്തട്ട. കറുവാത്തട്ട ശുദ്ധിയെയും ആരോഗ്യത്തിൻ്റെയും പ്രതീകമാണ്. ഇത് വീട്ടിൽ വളർത്തുന്നത് നെഗറ്റീവ് ഊർജം അകറ്റുകയും പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് കറുവാത്തട്ട ദേവതകളുടെ പ്രിയപ്പെട്ട ചെടിയാണ്. ഇതിൻ്റെ ഇലകൾ ഔഷധഗുണങ്ങളാൽ സമ്പന്നമാണ്. കൂടാതെ ഇത് വായുവിനെ ശുദ്ധീകരിക്കുന്നു. ബിൽവ. ബിൽവാവൃക്ഷം ശിവൻ്റെ പ്രിയപ്പെട്ട ചെടിയാണ്. ഇതിൻ്റെ ഇലകൾ ശിവപൂജയിൽ ഉപയോഗിക്കുന്നു. ബിൽവ വീട്ടിൽ വളർത്തുന്നത് ശുഭമായ ഫലങ്ങൾ നൽകുന്നു. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് ബിൽവാവൃക്ഷത്തിന് കീഴിൽ ശിവൻ തപസ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഇലകൾ ആരോഗ്യത്തിന് നല്ലതാണ്. കൂടാതെ ഇത് വീട്ടിലെ വാതാവരണത്തെ ശുദ്ധീകരിക്കുന്നു. ആമ്പൽ. ആമ്പൽ വൃക്ഷം ഗണേശൻ്റെ പ്രിയപ്പെട്ട ചെടിയാണ്. ഇത് വീട്ടിൽ വളർത്തുന്നത് സമൃദ്ധിയും സന്തോഷവും നൽകുന്നു. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് ആമ്പൽ വൃക്ഷത്തിന് കീഴിൽ ശ്രീ ഭഗവാൻ ഗണേശൻ തപസ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഇലകൾ ഔഷധഗുണങ്ങളാൽ സമ്പന്നമാണ്. കൂടാതെ ഇത് വായുവിനെ ശുദ്ധീകരിക്കുക കൂടി ചെയ്യുന്നു. പാരിജാതം. പാരിജാതം ഒരു ദിവ്യമായ ചെടിയാണ്. ഇത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരപ്പെട്ടതാണ്.
പാരിജാതം വീട്ടിൽ വളർത്തുന്നത് സമാധാനവും സന്തോഷവും നൽകുന്നു. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് പാരിജാതം കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട ചെടിയാണ്. ഇതിൻ്റെ പൂക്കൾ അത്യന്തം സുഗന്ധമുള്ളവയാണ്. കൂടാതെ ഇത് വീട്ടിലെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. നീർജാതി ഒരു ദിവ്യമായ ചെടിയാണ്. ഇത് വീട്ടിൽ വളർത്തുന്നത് സമാധാനവും സന്തോഷവും നൽകുന്നു. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് നീർജാതി ദേവതകളുടെ പ്രിയപ്പെട്ട ചെടിയാണ്. ഇതിൻ്റെ ഇലകൾ ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ്. കൂടാതെ ഇത് വായുവിനെയും ശുദ്ധീകരിക്കുന്നു. ഹിന്ദു പുരാണങ്ങളനുസരിച്ച് ഈ ചെടികൾ വീട്ടിൽ വളർത്തുന്നത് ജീവിതത്തിൽ ആത്മീയവും സാമ്പത്തികവും ശാരീരികവുമായ ഗുണങ്ങൾ നൽകുന്നു. ഇവയെ സംരക്ഷിക്കുന്നത് പ്രകൃതിയെയും ദേവതകളെയും ആരാധിക്കുന്നതിന് തുല്യമാണ്. പ്രകൃതിയോടൊപ്പം ജീവിക്കാൻ ശ്രമിക്കുക, കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. തുടർന്നും ഹൈന്ദവാധിഷ്ഠിതമായ അറിവുകൾ നേടാനും അത് സ്വജീവിതത്തിൽ പാലിക്കാനും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഹരി ഓം നമസ്തേ.